വി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. വി ജെയിംസ്, യഥാർത്ഥത്തിൽ അന്തർദേശീയമായ ഒരു മാധ്യസ്ഥ ശ്രമം സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. G7 രാജ്യങ്ങൾ തമ്മിൽ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴുണ്ടാകുന്ന ഉത്കണ്ഠ പല രാജ്യങ്ങൾക്കും ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുന്നു. തീർച്ചയായിട്ടും SKN ഇപ്പോൾ അമേരിക്കയുടെ അഭിപ്രായ പ്രകാരം സൗദി അറേബ്യയാണ് അതിൽ ഇടപെട്ടിരിക്കുന്നത്. സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രം കൂടിയാണ് സൗദി അറേബ്യ. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ട്രംപുമായും അതുപോലെ തന്നെ അമേരിക്കയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യം. നേരത്തെ ജോ ബൈഡൻ്റെ കാലത്ത് ഖത്തറായിരുന്നു കുറച്ചുകൂടി അടുത്ത രാജ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ആ സൗദി അറേബ്യയാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു പക്ഷേ പറയേണ്ടിയിരിക്കുന്ന SKN ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഐക്യരാഷ്ട്രസഭയാണ് ഇടപെടാറുള്ളത്. ഐക്യരാഷ്ട്രസഭ ഒരു കടലാസ് സംഘടനയായി എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. കാരണം 1948 ആദ്യ ഇന്ത്യ പാക് യുദ്ധത്തിൽ നെഹ്റുവിനെ വിളിച്ചത് അന്നത്തെ UN സെക്രട്ടറി ജനറലാണ്. ഇന്ത്യ കറാച്ചിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ സൈന്യാധിപൻ കാര്യപ്പ 24 മണിക്കൂറാണ് നെഹ്റുവിനോട് ചോദിച്ചത്. പക്ഷേ UN ഇടപെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് യുദ്ധം നിർത്താനാണ് നെഹ്റു ആവശ്യപ്പെട്ടത്. അത്രമാത്രം UN ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ UN ഒരു കടലാസ് സംഘടനയായിട്ട് മാറുകയും അമേരിക്കയും അതുപോലെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയും മധ്യസ്ഥ ശ്രമങ്ങളുമായിട്ട് നീങ്ങുന്നു. റഷ്യ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംസാരത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ റഷ്യ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, റഷ്യക്ക് പാകിസ്ഥാനോടൊരു വലിയ വൈരാഗ്യമുണ്ട് SKN. പ്രത്യേകിച്ച് റഷ്യക്കെതിരെ ഉക്രൈനുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ ഉക്രൈന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അയച്ചു കൊടുത്തൊരു രാഷ്ട്രം പാകിസ്ഥാനാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭണ്ഡാരത്തിൽ ആയുധത്തിൻ്റെ ശേഷി കുറവാണ്. കാരണം യുക്രൈനിലേക്ക് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ വേണ്ടി ഉക്രൈനിലേക്ക് ആയുധങ്ങൾ പാകിസ്ഥാൻ അയച്ചു കൊടുത്തു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ റഷ്യ നിൽക്കുന്നു. ചൈനയാണ് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീർ ഒരുപക്ഷെ ഇന്ത്യക്ക് എന്നേ പിടിച്ചെടുക്കാമായിരുന്നു. പല അവസരങ്ങളിലും സിമില അഗ്രിമെൻറ്റിൻ്റെ സമയത്തും ഇന്ത്യ ചോദിച്ചിരുന്നെങ്കിൽ കംപ്ലീറ്റ് കീഴടങ്ങലായിരുന്നു. 90,000 പാകിസ്ഥാൻ്റെ ആർമി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാതെ അന്ന് ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ഇതിൽ ബൂട്ടോ കാല് പിടിച്ചപ്പോൾ അതൊക്കെ വിട്ടുകൊടുക്കുകയായിരുന്നു, പിടിച്ചെടുത്ത സ്ഥലങ്ങളടക്കം. എന്തായാലും SKN ഇവിടെ ഇപ്പോൾ വരുന്ന ഒരു വ്യാജ വാർത്ത ഇന്ത്യയുടെ S-400 എന്ന റഷ്യൻ നിർമ്മിത മിസൈൽ വേദക സംവിധാനത്തിന് പരിക്ക് പറ്റിയതാണ്. പക്ഷെ അത് ശരിയല്ലെന്നും അത് അതിശക്തമായിട്ട് നിലകൊള്ളുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മണിക്കൂറുകളിൽ. എന്ന് മാത്രമല്ല, SKN S-400 ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മിസൈൽ വേദക സംവിധാനങ്ങളൊന്നാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ പാട്രിയറ്റൊക്കെ ഉണ്ട്. പക്ഷെ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത് റഷ്യ വിറ്റിട്ടുള്ളൂ. ഒന്ന് ഇന്ത്യക്ക്, ചൈനയ്ക്ക്, തുർക്കിക്ക്. അത് 3 സ്ക്വാഡ്രൻ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. 2 സ്ക്വാഡ്രൻ 2026 വരും. ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ഡസൻ കണക്കിന് വരുന്ന ഡ്രോണുകളെ അടിച്ചിടുന്നതിലെ പ്രധാന പങ്ക് ആകാശിനോടൊപ്പം വഹിക്കുന്നത് S-400 ട്രയംഫ് സിസ്റ്റംസ് ആണ്. SKN ഒരേ സമയത്ത് 80 മിസൈലുകൾ അയക്കാനുള്ള സംവിധാനമുണ്ട്. കറങ്ങിത്തിരിഞ്ഞ് അടിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. S-400 ഇതിൽ ഒരേ സമയത്ത് ഓരോ ആയുധങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ത്യക്ക് ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. 1971 യുദ്ധത്തിൽ MiG-21 റഷ്യൻ നിർമ്മിത MiG-21 വിമാനങ്ങളാണ് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണാക്കിയത്. അപ്പോൾ അത് നമ്മൾ പിൻവലിച്ചു. MiG-29 ഉണ്ട്, മിറാഷ് 2000 ഉണ്ട്, റഫേൽ വിമാനങ്ങളുണ്ട്, സുക്കോയ് ഉണ്ട്. ഈ കാര്യത്തിൽ SKN നമ്മൾ നാവിക ശക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. നാവികസേനയൊക്കെ ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ ഏതാണ്ട് 2 ഇരട്ടി ശക്തിയുണ്ട് നാവിക ഇതിൽ. നമുക്ക് 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുണ്ട്. പാകിസ്ഥാന് ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ പോലും ഇല്ല. അപ്പോൾ യഥാർത്ഥ യുദ്ധത്തിലേക്ക് വന്ന പാകിസ്ഥാൻ്റെ ഒരു പൊടി പോലും കാണത്തില്ല. ആ തരത്തിലാണ്. നമ്മുടെ കയ്യിൽ ഏതാണ്ട് 2300-ലേറെ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. അവർക്കുള്ളത് 1000-ൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാം ഇരട്ടി ഇന്ത്യയുടെ കയ്യിലുണ്ട്. സൈനിക ശക്തിയിൽ 15 ലക്ഷം, 6.5 ലക്ഷം അവർക്കുള്ളൂ. 25 ലക്ഷം പാരാമിലിറ്ററി ഫോഴ്സ് ഇന്ത്യക്ക്, അവർക്ക് ആകെ 5 ലക്ഷമേ ഉള്ളൂ. ഈ തരത്തിൽ ഇന്ത്യയുടെ ഒരു വിന്യാസം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 3ാമത്തെ 4ാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. പാകിസ്ഥാൻ എയർഫോഴ്സിൽ വരുന്നത് 27ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ SKN പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻസിനെ കുറിച്ച് നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട്.
കാരണം പാകിസ്ഥാൻ ഇത് നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇന്ത്യ റാവൽപിണ്ടിയിൽ അതുപോലെ തന്നെ കറാച്ചിയിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ട്രാറ്റജി പാകിസ്ഥാനേക്കാൾ വളരെ സുപ്പീരിയർ ആണെന്ന് കാണിക്കുന്നതാണ് കഴിഞ്ഞ 4 യുദ്ധങ്ങളിലെ കാര്യം. 1971 എസ്കേൻ ഓർക്കുന്നുണ്ടാവും. 71 യുദ്ധത്തിൽ കറാച്ചിയിൽ യുദ്ധം പ്രഖ്യാപിച്ച ആ ദിവസം കറാച്ചി പോർട്ട് നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതിന് പ്രധാന കാരണം നമ്മുടെ സബ്മറൈൻസ് മുങ്ങിക്കപ്പലുകൾ അവിടെ പാത്തും പതുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യുദ്ധം പ്രഖ്യാപിച്ച ആ നിമിഷം കറാച്ചിയിലെ സ്ഫോടനങ്ങളുടെ പരമ്പരയായിരുന്നു. ഒരുപക്ഷെ അത് വെച്ചിട്ടായിരിക്കാം വ്യാജ വാർത്തകൾ വന്നത്. കറാച്ചി വിക്രാന്ത് ആക്രമിച്ചു എന്നുള്ള വ്യാജ വാർത്തകൾ വന്നത്. വിക്രാന്ത് ഇപ്പോഴും അറബിക്കടലിലുണ്ട്. ഇന്ത്യയുടെ 2 ഏറ്റവും ശക്തമായിട്ടുള്ള വിമാനവാഹിനി യുദ്ധക്കപ്പലുകളാണ്. പാകിസ്ഥാൻ ഒന്നുപോലുമില്ലെന്ന് ഓർക്കണം. അവരൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എസ്കേൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഷീജ ചന്ദ്രൻ പറഞ്ഞ എസ്കേൻ. എൻ്റെ മോൾ ഡൽഹിയിലാണ് പഠിക്കുന്നത്. ന്യൂസ് കേൾക്കുമ്പോൾ പേടിയാകുന്നു. കുട്ടികൾ സേഫായാൽ മതിയായിരുന്നു. ഡൽഹിയിലൊന്നും അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഷീജ ചന്ദ്രൻ. താങ്കൾ പയക്കുന്ന പോലെ കുട്ടികളൊക്കെ വളരെ സേഫാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോർമലാണ്. അവിടുത്തെ വിമാനത്താവളം തന്നെ നോർമലായി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞതേ ഉള്ളൂ. മാത്രമല്ല ഡൽഹിയൊക്കെ തന്നെ നമ്മുടെ വലിയൊരു കവചത്തിൻ്റെ സുരക്ഷാ കവചത്തിൻ്റെ കീഴിലാണ് എന്ന് മനസ്സിലാക്കുക. ലോകം കാണുന്ന ഏറ്റവും വലിയ മഹാനഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. രാജ്യതലസ്ഥാനം സംരക്ഷിക്കാനുള്ള എല്ലാ കവറും ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ഇപ്പോൾ എസ് വിജയകുമാർ കൂടി വളരെ അത്യാവശ്യമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ വിജയകുമാർ. എസ്കേൻ, ഇന്ത്യയിലെ സാധാരണ ജനജീവിതം, അത് എല്ലാ നഗരങ്ങളും നഗരങ്ങളുടെ എന്താണ് അവിടുത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളും സാധാരണ പോലെ തന്നെയാണ്. ഡൽഹി, മുംബൈ, നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ ചെന്നൈ, ബംഗളൂരു, കൊൽക്കത്ത അടക്കം മുഴുവൻ നഗരങ്ങളും സാധാരണ ജനജീവിതം നയിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കയുടെ ഒരു അന്തരീക്ഷവുമില്ല. നേരത്തെ എസ്കേനോട് ഒരു പ്രേക്ഷക പറഞ്ഞതുപോലെ ഡൽഹിയിലെ പഠിക്കുന്ന മക്കളുടെ കാര്യം ആർക്കും ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുടെയും സാഹചര്യമില്ല. ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളും സുരക്ഷിതമാണ്. അവിടെയൊക്കെ സാധാരണ ജനജീവിതം നടക്കുന്നു. സാധാരണ ജീവിതത്തിലേക്ക് നഗരങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാനയുടെ ചില ഭാഗങ്ങൾ, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഒരു അസാധാരണമായ പ്രിക്കോഷൻ എടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങൾ, റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന മറ്റു ഭാഗങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അങ്ങേയറ്റം സാധാരണമായി ജനജീവിതം ഒരു ശനിയാഴ്ച എങ്ങനെയാണോ പതിവ് പോലെ രാവിലെ ആളുകൾ ഉണർന്നെഴുന്നേക്കുന്നത് അതേപോലെ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. നമ്മളുടെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങൾ, ഇപ്പോൾ ഡൽഹി വിമാനത്താവളം സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. മറ്റു നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ സുരക്ഷാ പരിശോധന സാധാരണയുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ ഉണ്ട് എന്നത് മാത്രമാണ്. അത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ്. നമ്മളുടെ എസ്കേൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളുടെ സപ്ലൈ ചെയിനുകളുടെ കാര്യക്ഷമത പരിശോധിക്കാനുള്ള യോഗങ്ങൾ തുടർച്ചയായി ഡൽഹിയിൽ നടന്നു. അതായത് അവശ്യ വസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ, ഇന്ധനം, ഇതൊക്കെ കൃത്യമായി എത്തുന്നുണ്ട് എന്നും ആ സപ്ലൈ ചെയിനുകൾ അതേപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. വിലക്കയറ്റത്തിൻ്റെതോ അല്ലെങ്കിൽ ക്ഷാമത്തിൻ്റെതോ ആയ ഒരു അന്തരീക്ഷവും ഇന്ത്യയിലില്ല. പക്ഷേ നമ്മൾ പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, അവിടുത്തെ ജനങ്ങൾ ഏത് തരത്തിൽ ബുദ്ധിമുട്ടുന്നു എന്നത്. അവിടെ ഈ അവശ്യ വസ്തുക്കൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ 130-140 രൂപ കൊടുക്കണം അവിടെ 1 കിലോ അരി കിട്ടണമെങ്കിൽ. അതുപോലെ ഗോതമ്പ് പൊടിയുടെയൊക്കെ വില ഏതാണ്ട് 400 രൂപയ്ക്ക് അടുത്താണെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ പറയുന്നു. ചിക്കൻ്റെ വില 500 രൂപയിലധികമാണ്. അവിടുത്തെ കറൻസിയുടെ വില $1 ഏതാണ്ട് 250-ലധികമാണ് എന്നാണ് വിവരങ്ങൾ. ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോറിലും ഉൾപ്പെടെ ഇന്ധനക്ഷാമമുണ്ട്. ജനങ്ങൾ പമ്പുകളിൽ പരിഭ്രാന്തരായി എത്തി ഇന്ധനം വാഹനങ്ങളിൽ നിറയ്ക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. അപ്പോൾ എസ്കേൻ, താരതമ്യമില്ലാത്ത ഏതെങ്കിലും തരത്തിൽ കമ്പാരിസൺ ഇല്ലാത്ത 2 രാജ്യങ്ങൾ തമ്മിലാണ് ഈ പറയുന്ന ഒരു ടെൻഷൻ നിലനിൽക്കുന്നത്. എങ്ങനെയാണ് പാകിസ്ഥാനെ അതിൻ്റെ സമ്പദ്ഘടന പരിശോധിച്ചാലോ അതിൻ്റെ മിലിറ്ററി പവർ പരിശോധിച്ചാലോ ഇന്ത്യയുമായി താരതമ്യം ചെയ്യാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. അത് പരിശോധിക്കുന്നവർക്കറിയാം. വലിയ ഒരു ആനയും ആടെന്ന് പറയുന്ന അതിലും എത്രയോ താഴെയാണ് പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ ആശങ്കയുടേതായ ഒരു അന്തരീക്ഷവും നിലവിലില്ല. അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങൾ ഏതെങ്കിലും കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അർഹിക്കുന്ന അവജ്ഞയോടെ, പുച്ഛത്തോടെ തള്ളിക്കളയുക എന്ന് മാത്രമേ അതിൻ്റെ പരിഹാരമുള്ളൂ. അതുകൊണ്ട് പ്രതികരിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ സാധാരണ ഒരു ശനിയാഴ്ച എങ്ങനെയാണോ അതിൻ്റെ ജീവിതം തുടങ്ങുന്നത് അതേപോലെ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് എന്താണോ വരുന്നത് അതിൻ്റെ അതേ ഡൊമൈനിൽ
അതേ തരത്തിൽ അതേപോലെ തിരിച്ചടിക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ, നിലവിലുള്ള ടെൻഷനെ എസ്കലേറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഡി എസ്കലേറ്റ് ചെയ്യേണ്ടത് പാകിസ്ഥാനാണ് എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും അതിൻ്റെ നയതന്ത്ര പ്രതിനിധികളും പ്രതിരോധ വിദഗ്ധരും വക്താക്കളും ഒക്കെ പാകിസ്ഥാൻ്റെ നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഡി എസ്കലേറ്റ് ചെയ്യണം, ഇത് വഷളാവാതെ നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് പാകിസ്ഥാനോട് പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റെസ്പോൺസിബിൾ പവർ നമ്മൾ ഉറപ്പായും നമുക്കുണ്ട്. ആനയുമാടും എന്ന കമ്പാരിസൺ പോലും ശരിയല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു വലിയ ഹിമാലയവും ഏതൊരു ചെറിയ മുട്ടക്കുന്ന് എന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ യുദ്ധ ബജറ്റും പാകിസ്ഥാന്റെ ബജറ്റൊക്കെ വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റൂ. അത് അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. അത് മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ അത് അവരുടെ നാശത്തിന്. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്ന പാകിസ്ഥാനിൽ ഇൻഫർമേഷൻ ബ്ലാക്ക് ഔട്ട് എന്നറിയാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ പാക് മാധ്യമങ്ങളോട് അവർക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ തിരിച്ചടിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള നാശത്തിൻ്റെയോ ഒരു വാർത്തയും കൊടുത്തു പോകരുത് എന്നുള്ളതാണ് ഒരു ഭീരുരാഷ്ട്രം അവരുടെ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ആ ദൃശ്യങ്ങൾ ഏതെങ്കിലും എക്സാനിൽ കൂടെ ഒക്കെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ വലിയ ശിക്ഷ ഉണ്ടാകും എന്നൊക്കെയുള്ള ഭീഷണി എന്നൊക്കെയുള്ള വിരട്ടി ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധമുഖം എന്നാണ് പാകിസ്ഥാൻ വിളിക്കുന്നതെങ്കിൽ ആ യുദ്ധമുഖത്ത് അങ്ങേയറ്റം വിരണ്ടു നിൽക്കുന്ന ഒരു രാജ്യത്തെ കാണുന്നതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നതിൽ പേടി അവർക്കുണ്ടാവുന്ന കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വലിയ ഏറ്റവും ഒരു ബിഗ് മിലിറ്ററി മീറ്റിംഗ് എന്ന് പറയാവുന്ന ഒരു മീറ്റിംഗ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയും കര നാവിക വ്യോമസേനാ മേധാവിമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മുടെ ഡൽഹി കേന്ദ്രമാക്കി പോലും ഫത്താ മിസൈൽ അയക്കാൻ, അത് ഫത്താ മിസൈൽ ആണെങ്കിൽ ഫത്താ മിസൈൽ അയക്കാൻ പാകിസ്ഥാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അതിനെ നമ്മൾ സിർസയുടെ ആകാശത്ത് വെച്ച് അപ്രസക്തമാക്കി കളഞ്ഞുവെങ്കിൽ കൂടിയും ഏത് രീതിയിലാണ് ആ രാജ്യത്തിന് അങ്ങനെ പ്രകോപനം അങ്ങേയറ്റം തുടരുന്ന രാജ്യത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ചായിരിക്കണം ഒരുപക്ഷെ ആലോചന. 10:30 ഏറ്റവും നിർണായകമായ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും വരുന്നു കേണൽ ഖുറൈഷി, വിംഗ് കമാൻഡർ ജ്യോതിക സിംഗ്, വിക്രം മിശ്രി.